അവിടെ പറഞ്ഞ എന്താ പറയും ഞാൻ മക്കളെ ആ സെയിംതാണ് വീടിനകമാണ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നത്. ഞാൻ ആൾക്കാർ പറയുന്നത് ഇതിൽ സിമന്റിന്റെ അംശം കുറവെന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾ ഈ ഒടിഞ്ഞു വീണ ഈ അടർന്നു വീണ ഈ പീസ് കോൺക്രീറ്റിന്റെ ഈ പീസ് ഞങ്ങൾ എടുക്കുകയാണ്. വാസയോഗ്യമല്ലാത്ത രീതിയിൽ ഏത് സമയത്ത് വേണോ തകർന്നു വീഴാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഫ്ലാറ്റുകൾ നിലവിലുള്ളത്. ഇതിന്റെ പല ഭാഗങ്ങളും പൊട്ടി അടർന്നു തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ തൊട്ട് മുൻപൊരു വീട്ടിൽ കയറി. ആ അമ്മയുടെ നെറ്റിയിൽ കോൺക്രീറ്റ് പാളികൾ പൊട്ടി വീണിട്ട് അവരുടെ തല അപ്പുറത്തെ വീട്ടുകാർ പറയണം അവര് സീറ്റ് ഇട്ട് കിടക്കണമെന്ന്. അവർക്ക് വീട്ടിൽ വന്ന് വീഴുന്ന അവർക്കും കുട്ടികളും പിന്നെ ഉള്ളത് കൊണ്ടെന്ന് ഒരു 3-4 വർഷം ആവും. കുറയിച്ച ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞു. ആ 8 വർഷം തന്നെ ആയി സാറേ. ഈ പ്രോജക്റ്റ് മെയിൻ്റെനൻസ് ചെയ്യണമെന്ന്. കാരണം ഇത് ഒറ്റപ്പെട്ടവർക്ക് വയ്ക്കാൻ പറ്റില്ല. സാധാരണ എനിക്ക് ഒരു വീടാണെങ്കിൽ അവർക്ക് വയ്ക്കാൻ പറ്റും. ഇത് ഈ 4 നിലയിൽ 3 നിലയിൽ അവരെ കൊണ്ട് തോന്നാൻ പറ്റില്ല. തട്ടൊന്നും പൂശിയില്ല ഈ കമ്പിയൊക്കെ തീരുമ്പോഴത്തേക്കും നമുക്ക് കെട്ട് കമ്പിയൊന്നുമില്ല. ഈ നീള കമ്പി തന്നെ ഉള്ളത്. കെട്ട് കമ്പിയൊന്നും ഇല്ല. ഈ നീള കമ്പിയാണ് തട്ട് പൂശാണ്. തട്ട് പൂശിയില്ല. അമ്മ തട്ട് പൂശിയാലും അകത്തുനിന്ന് വെള്ളം വരുമ്പോഴേ പൊളിഞ്ഞളവൂല. ആ അറ്റം മുതൽ ഈ അറ്റം മുതൽ പൂച്ചിട്ടുണ്ട്. അവർ പണിയതൊക്കെ പൂശിയല്ല. അതിന് ചേട്ടൻ നിങ്ങൾ ചെയ്തു. നമ്മൾ ചെയ്തത് നമ്മളെ പിള്ളേരെ കൊണ്ടിട്ട് അവർ ചെയ്തില്ല. നോക്കണം. അപ്പുറത്തെ പോയി നോക്കാം. നമ്മൾ ഇത്തിരി പോലെ ചെയ്തിട്ട പോലെ ഞാൻ ആദ്യം കയറി. ആദ്യം കയറിയപ്പോൾ ഈ വെടിച്ച് അവിടെ പൂശിയില്ല. ഇവിടെ അവിടെ പൂശിയിട്ടുണ്ട്. കമ്പി വെട്ടിക്കാൻ അമ്മ പൂശിയിട്ടുണ്ട്. പക്ഷെ പൂശ് കറക്റ്റ് അല്ല, വെടിച്ചിരിക്കണം. പൂശിയിട്ടുണ്ട്. ഗ്രൗട്ട് ഒഴിച്ചിട്ടുണ്ട് അവിടെ.
റേന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ 4 ഗുണഭോക്താവ് 10% ആ അപ്പോൾ രാവിലെ മുടിയൊക്കെ കോതി ഇരിക്കുക. ഇതിന്റെ പേര് മുഹമ്മദ് മുസ്തഖി. അവന്റെ പേര് മുഹമ്മദ് സുഹീദ്. മലപ്പുറത്ത് ഇച്ചിരി പേർക്കുണ്ട്. നോക്കാം, ഞങ്ങൾ നോക്കട്ടെ. അപ്പ പറഞ്ഞു എന്തിനുണ്ടെ കൗൺസിലർ പറഞ്ഞു ഞാൻ വരാം. അല്ല ഈ ഫുള്ള് കമ്പി ഉണ്ടായിരുന്നു. അത് ഞങ്ങള് തൂങ്ങിക്കിടന്ന് അത് ഞങ്ങള് തേച്ച് വെട്ടിയാണ് എടുത്തത്. ഇല്ല, വീട്ടിനകത്ത് അല്ല, ഇവര് വീട്ടിനകമുണ്ട്. വീട്ടിനകത്ത് പൊടിയിരിക്കുകയാണ്. ഈ ഫാനിന്റെ ഭാഗം സാക്കാട് എല്ലാം വീണത്. ഇപ്പൊ കഴിഞ്ഞ ഒരു ചെറിയൊരു മഴയും കാറ്റും വീശപ്പോഴാണ് അതൊക്കെ ഇളകി അതുകൊണ്ടിരിക്കുന്ന സീറ്റിട്ട വീടാണ് ആ വീട് പുത്തമ്പള്ളി സംഘടനക്കാർ കടുവാപ്പള്ളിക്കുള്ള എന്റെ വീട് അഥവാ സീറ്റിട്ട വീട്. അത് തന്നെ അവിടെ സാറേ, ഞങ്ങളെ 7 പേർക്ക് ഫ്ലാറ്റിന്റെ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് 7 പേർക്ക് വീട് തന്നില്ല. എന്റെ പരിസരത്തെല്ലാം എടുത്ത് എന്റെ വീട് പളന്നു. ആള് ജമാഅത്തില് പല ആൾക്കാർ കാണണല്ലേ. കാരണം ഒരു ഫ്ലാറ്റിന് അനുവദിച്ച് മോളെ ഇതൊന്നും എടുത്തു കൊടുക്കും. ഒരു ഫ്ലാറ്റിന് അനുവദിച്ചിട്ട് ഫ്ലാറ്റ് തന്നില്ല 2024. കമ്പി ഡ്രെയിനേജ് ആ സെയിം ഇതാണ്. വീടിനകമാണ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നത്. ഞാൻ ആ ചെറിയ മെയിൻ്റെനൻസ് അല്ല താമസിക്കാൻ കുറച്ച് ഇതാണ്. വെള്ളമൊക്കെ കയറും. നല്ല മഴയൊക്കെ വരുമ്പോഴേ ഭയങ്കര രീതിയിൽ വെള്ളം. പിന്നെ ചെറിയ രീതിയിൽ പണിയൊക്കെ ചെയ്യും. ഇങ്ങനെ ഈ ഭാഗം ഇത്ര അടങ്ങുന്ന സിമെന്റ് വെച്ചത്. അതുപോലെ ഈ സൈഡ് ഓടിക്കുന്നത് പോലെയാണ്. ജസ്റ്റ് ഒന്ന് ഇതാ വീട്ടിലേ കയറാൻ പറ്റും. അതുപോലെയാണ് അകത്തുനിന്ന് നല്ല പിന്നെ റൂമിനകത്തുനിന്ന് നോമ്പ് കുടിക്കാൻ വഴിയില്ലെന്ന്. നോമ്പ് കുടിക്കാൻ തണുത്ത വെള്ളത്തിൽ ഈ മക്കളടുത്ത് ചോദിച്ചോക്കി. ഇപ്പൊ തണുത്ത വെള്ളത്തിലാണ് തണുത്ത വെള്ളത്തിലാണ് മക്കളെ. ഞാൻ 4-5 കൊല്ലം നടന്ന തണുത്ത വെള്ളം ഒരു നേരത്തെ ആകെ ഇനി ഞാൻ പറയാം. അതായത് ഞങ്ങളിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹാർബർ വാർഡിലാണ്. കോവളം നിയോജകമണ്ഡലത്തിലാണ് ഈ വാർഡ് വരുന്നത്. അവിടുത്തെ കൗൺസിലർ അഫ്സയാണ് എന്നോടൊപ്പം ഉള്ളത്. അതോടൊപ്പം തന്നെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ GS മഞ്ജുവുമുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ഈ എൻ്റെ അടുത്ത് നിൽക്കുന്ന വീട്ടമ്മമാരുൾപ്പെടെ കൗൺസിലറുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനിലെത്തുകയും അവർക്ക് സർക്കാർ സംവിധാനത്തിൽ നിർമ്മിച്ചു കൊടുത്ത ഫ്ലാറ്റിൽ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയുണ്ടായി. അതായത് 2018 ഈ ഫ്ലാറ്റ് പൂർത്തിയായി. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും അതോടൊപ്പം തന്നെ ഗുണഭോക്താവിൻ്റെയും വിഹിതം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഈ ഫ്ലാറ്റിൻ്റെ നിർമ്മാണം പൂർത്തിയായി അവർക്ക് കൈമാറിയത്. എന്നാൽ 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ പല ഭാഗങ്ങളും പൊട്ടി അടർന്നു തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ തൊട്ട് മുൻപ് ഒരു വീട്ടിൽ കയറി. ആ അമ്മയുടെ നെറ്റിയിൽ കോൺക്രീറ്റ് പാളികൾ പൊട്ടി വീണിട്ട് അവരുടെ തല മുറിഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞങ്ങളെയൊക്കെ മുന്നിൽ ചെറിയ കുഞ്ഞുങ്ങൾ നിൽപ്പുണ്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഇവിടെ ഓടി കളിക്കുമ്പോഴേക്കും മുകളിൽ നിന്നും കോൺക്രീറ്റ് അടർന്നടർന്ന് വീഴുകയാണ്.
ഒരു 380-400ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഒരു 400 ഫ്ലാറ്റുകളിലായി താമസിക്കുന്നത്. അപ്പോൾ കോൺക്രീറ്റിലുള്ള കമ്പിയൊക്കെ തന്നെ താഴേക്ക് തൂങ്ങിക്കിടക്കുകയാണ്. ഇതൊക്കെ കുട്ടികളുടെ ശരീരത്തിലേക്ക് കൊള്ളുകയാണ്. അപ്പോൾ രാത്രി പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ ഇവിടെ ഏറെക്കുറെ എല്ലാ വീടുകളും അടച്ചിട്ടിട്ട് അവരൊക്കെ പുറത്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫ്ലാറ്റ് നിർമ്മിക്കുക, അത് 3-4 വർഷം കഴിയുമ്പോൾ തന്നെ ഇടിഞ്ഞു വീഴുക, അതൊക്കെ തന്നെ അങ്ങറ്റം ഗുരുതരമായ ഗൗരവമായ ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ സാധാരണക്കാരായ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് താമസിക്കുന്നത്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ എന്ത് പരിഹാരം കണ്ടെത്താം, അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അതിൻ്റെ കാര്യങ്ങളിലേക്ക് അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. വീട് കൊടുത്തിട്ടില്ല. 4 വർഷം ഫ്ലാറ്റ് നിർമ്മാണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അത് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴേക്കും അത് നിർമ്മാണത്തിൽ എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടായിട്ടുണ്ടോ, സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് പണം തട്ടിയെടുത്തിട്ടുണ്ടോ ആരെങ്കിലും, മതിയായ കോൺക്രീറ്റ് ചെയ്യുമ്പോഴൊക്കെ തന്നെ മതിയായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടുത്തെ ഒരു വീട്ടിൽ ഒടിഞ്ഞു വീണ, ഇന്നലെ കഴിഞ്ഞ ദിവസം മഴയത്ത് പൊട്ടി വീണ കഷ്ണമാണ്. 4 വർഷം മാത്രം കാലാവധിയുള്ള കോൺക്രീറ്റിൻ്റെ കമ്പികൾ തുരുമ്പെടുത്തിരിക്കുകയാണ്. ആൾക്കാർ പറയുന്നത് ഇതിൽ സിമൻറ്റിൻ്റെ അംശം കുറവെന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾ ഈ ഒടിഞ്ഞു വീണ, ഈ അടർന്നു വീണ ഈ പീസ്, കോൺക്രീറ്റിൻ്റെ ഈ പീസ് ഞങ്ങൾ എടുക്കുകയാണ്. അവർ ഞങ്ങൾക്ക് കൈമാറിയതാണ്. ഇതുപോലെ ഏറെക്കുറെ എല്ലാ ഫ്ലാറ്റുകളിലും ചെറുതും വലുതുമായുള്ള പീസുകൾ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഗുരുതരമാണ്, സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നമാണ്. കാര്യമായ അന്വേഷണം നടക്കണം. അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ പ്രശ്നം പരിഹരിക്കുവാനുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. ഇത് വാങ്ങിയിട്ടുണ്ട്. ആ ഫയലുകൾ ഞങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ എത്ര തുകയായി, എന്താണ് കോൺക്രീറ്റിൻ്റെ വ്യവസ്ഥ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. വരും ദിവസങ്ങളിൽ പരിശോധിക്കും. രാജീവ് ആവാസ് യോജന ഇല്ലാണ്, RA പദ്ധതിയിലാണ് ഇത് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കി കൂടുതൽ കാര്യങ്ങൾ ഫയൽ പരിശോധിച്ചിട്ട് പറയാം. നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഹാർബർ വാർഡിലാണ്. ഇന്ന് നമ്മുടെ മേയർ ഹാർബർ വാർഡ് സന്ദർശിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഒരു 4 മണി സമയത്ത് വാർഡിലെ കുറച്ച് ജനങ്ങളുമായി ഒരു പരാതി എഴുതി നമ്മൾ മേയറിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പരാതിയുടെ വിഷയം എന്ന് പറയുന്നത് കോർപ്പറേഷൻ 2015 കാലയളവിൽ നമുക്ക് നിർമ്മിച്ച് നൽകിയ റേ പ്രോജക്റ്റ് വഴി ചെയ്തു തന്ന ഫ്ലാറ്റിൻ്റെ ദുരവസ്ഥ കാണിച്ചുകൊണ്ടുള്ള ഒരു പരാതിയായിട്ടാണ് ഞങ്ങൾ ചെന്നത്. വാസയോഗ്യമല്ലാത്ത രീതിയിൽ ഏത് സമയത്ത് വേണോ തകർന്ന് വീഴാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഫ്ലാറ്റുകൾ നിലവിലുള്ളത്. അതിൻ്റെ അവസ്ഥ കാണിക്കാനായി മേയർ ഇന്ന് രാവിലെ ഇവിടെ എത്തിയിരുന്നു. എല്ലാ ഫ്ലാറ്റുകളും കയറി ഇറങ്ങി മേയർ സന്ദർശിച്ചിട്ടുണ്ട്. ഒരു 4 വർഷ കാലയളവ് കൊണ്ട് തന്നെ ഈ വീടുകൾ ഓരോന്ന് വീതം തകർന്ന് വീഴാനായിട്ട് തുടങ്ങി. കോൺക്രീറ്റ് വെച്ചിരിക്കുന്ന കമ്പികൾ ഉൾപ്പെടെ തകർന്ന് വീഴുന്ന ഒരു അവസ്ഥയാണ്. ജനങ്ങളെല്ലാവരും മരണഭീതിയിലാണ് കഴിയുന്നത്. അപ്പം മേയർ വന്ന് കണ്ടു. ഇതിന് ഉടനെ എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം.